ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്തിട്ട് നല്ല അടിപൊളി ബ്രൈറ്റ്നസ്സും തിളക്കവും നമുക്ക് കിട്ടും. ഒരു ഫംഗ്ഷനൊക്കെ മുന്നേ ആണെങ്കിൽ മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എപ്പോഴൊക്കെ യൂസ് ചെയ്താലാണ് അമേസിങ് റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആൻഡ് വളരെ അടിപൊളിയായിട്ടുള്ള നല്ല എഫക്റ്റീവായ ഒരു ഫേഷ്യലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സിമ്പിളാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഒരു ഐസ് ക്യൂബ് മസാജാണ് കൊടുക്കേണ്ടത്. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ജസ്റ്റ് മുഖം മുഴുവനായിട്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര നല്ലതാണ് കേട്ടോ, നന്നായിട്ട് റീഫ്രഷ് ചെയ്യും സ്കിന്നെ. ഇത് നിങ്ങൾക്ക് ഏറ്റവും അവസാനം നമ്മുടെ ഈ ഒരു ഫേഷ്യലിന് ശേഷവും ചെയ്യാം, അതിന് മുന്നേയും ചെയ്യാം. 2 തവണ ചെയ്താൽ സൂപ്പർ അമേസിങ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിങ്ങനെ സ്കിന്നിൽ വെച്ച് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഐസ് ക്യൂബ്സ് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് വെക്കാൻ പറ്റാത്തവർ അങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. സൂപ്പറാണ്. സ്കിന്നിലുള്ള പോർസൊക്കെ ടൈറ്റൻ ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു അടിപൊളി റുട്ടീനാണ്. ഡെയിലി ചെയ്യുന്നത് പോലും ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിത് ജസ്റ്റ് ആ വെള്ളം ഒരുപാട് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡീപ്പ് ക്ലെൻസിങ് ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് സാധാരണ ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ചെയ്തിട്ടാണ് ഐസ് ക്യൂബ് മസാജ് കൊടുത്തത്. ഇനി നമുക്ക് പാല് വെച്ചിട്ട് ഡീപ്പായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പോർസിൻ്റെ ഇടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക്, പൊടി ഇതൊക്കെ നീക്കം ചെയ്യാനാണ്. സ്പെഷ്യലി നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു പൗഡറോ ക്രീമോ ഒക്കെ ഇട്ടാൽ പോലും അത് പറ്റി പിടിച്ചിരിക്കും. അത് നീക്കം ചെയ്യാനായിട്ടാണ്. ജസ്റ്റ് പാൽ, റോ മിൽക്ക് കാച്ചാത്ത പാലുണ്ടല്ലോ, അതെടുത്തിട്ട് പഞ്ഞി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്രബിങ് വേറെ ചെയ്യുന്നില്ല. ഓൾറെഡി എൻ്റെ സ്കിന്നിൽ ഞാൻ 2 ദിവസം മുന്നേ സ്ക്രബിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുമല്ലോ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട്, അതായത് പഞ്ഞി വെച്ചിട്ട് നമ്മളിങ്ങനെ പാല് വെച്ച് ക്ലെൻസ് ചെയ്തെടുക്കുന്നില്ലേ, ഇപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ഡെഡ് സെൽസോ പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും. അപ്പം നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ വേണ്ടെന്നാണെങ്കിൽ ഇത് തന്നെ ഒരു മൈൽഡായിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നിന് തരും. പാല് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും, പാലെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യുന്ന എണ്ണമയമൊക്കെ ഉള്ളൊരു സാധനമല്ലേ. അപ്പോൾ അത് വെച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പഞ്ഞി വെച്ച് ചെയ്യുമ്പോൾ, അത് നമ്മുടെ ആ ഒരു ഡെഡ് സെൽസൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് ഈ ഒരു പഞ്ഞി വെച്ച് തന്നെ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. മൂക്കിൻ്റെ 2 വശങ്ങളിലൊക്കെ ഡെഡ് സെൽസ് അല്ലെങ്കിൽ പൊരിഞ്ഞിളകുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക. 2-3 തവണ തുടച്ചെടുത്താൽ മതി, അതൊക്കെ മാറിക്കിട്ടും. അടിപൊളിയായിട്ടുള്ള ഒരു റുട്ടീനാണ് ഇങ്ങനെയൊരു മിൽക്ക് ക്ലെൻസിങ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ പാക്ക് തന്നെയാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറ്റ് 2 സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതും ചെയ്യുക, ഒപ്പം ഈ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തത്. അതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂവിൻ്റെ ആണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ആക്കാം. ഫിൽറ്റർ കോഫി, ഡിക്കോഷൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് അലിയത്തില്ല. അത് നമ്മൾ അരിച്ചാണല്ലോ എടുക്കുന്നത്, അത് ഭയങ്കര കട്ടിയായിട്ട് തന്നെ അങ്ങനെ കിടക്കും. സോ അത് വേണ്ട. നമുക്ക് കാപ്പി കുടിക്കാനൊക്കെ അത് സൂപ്പറാണ്. പക്ഷേ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. വൈ? ബിക്കോസ് ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും, നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കത്തില്ല. സോ ഇതായിരിക്കും നല്ലത്. ഒരു മൈക്രോ എക്സ്ഫോളിയേഷൻ ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു കോഫി പൗഡറും കടലമാവും ഒക്കെ യൂസ് ആക്കുമ്പോൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ കൂടുതലായിട്ട് എക്സ്ഫോളിയേഷന് ഫോക്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെ നന്നായിട്ട് സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ഡെഡ് സെൽസ് മാറിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനും ബ്രൈറ്റ് ആവാനും
ഈ ഒരു സൺ ടാനൊക്കെ ഏറ്റിട്ട് നല്ലൊരു മങ്ങലുണ്ടാവില്ലേ മുഖത്ത്, അതൊക്കെ മാറാനും സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട്. ഒരു സ്പൂൺ പാലൊക്കെ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരല്പം പാലെടുക്കുന്നത് നല്ലതാണ്. ഈവൻ ഓയിലി സ്കിൻകാരാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആയിട്ടുള്ള പാക്ക് യൂസ് ആക്കുന്നതിലും ബെറ്റർ ഒരല്പം ഹൈഡ്രേഷൻ തരുന്ന പാക്ക് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിലേ നമ്മളെപ്പോഴും മാറ്റിഫൈയിങ് ആയിട്ട് ഡ്രൈയിങ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ എഫക്റ്റ് ചെയ്യാനും, നമുക്ക് നാച്ചുറലി ഓയിലി സ്കിന്നാണ്, ബട്ട് നമ്മൾ ഒരുപാട് ഓയിൽ കൊടുക്കണം എന്നല്ല, പക്ഷേ ഒരു നറിഷ്മെൻറ്റ് എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് ഒരുപാട് ഡ്രൈയിങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നത് പോലെയും കൂടുതൽ ഡ്രൈ ആക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. മെയിനായിട്ട് ഡ്രൈ സ്കിൻകാരുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈനെസ് കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ പെട്ടെന്നുണ്ടാവും. അപ്പം ഓയിലി സ്കിൻകാരാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഹൈഡ്രേഷൻ എപ്പോഴും മുഖത്തുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നമ്മളതിനെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാക്കി കാണുമോ അത് മാറ്റാനോ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരല്പം നിങ്ങൾക്ക് പാലൊട്ടും തന്നെ സെറ്റ് ആവത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രായമൊക്കെയാണ്, 15 വയസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുഖക്കുരു വരുന്ന ഒരു ടൈമായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. കുറച്ച് ഏജായിട്ട് ഒരു 35-40 വയസ്സൊക്കെ ആകുന്ന ആ ഒരു പ്രായക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഖക്കുരു ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പാല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് പ്രായമാകുന്തോറും നമുക്ക് കൂടുതൽ ഹൈഡ്രേഷനാണ് നല്ലത്. എന്നാൽ മാത്രമാണ് നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് അങ്ങ് ഏജിങ് തോന്നിക്കാതെ ഡള്ളാക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ അല്ല ചെറിയ കുട്ടികളൊക്കെയാണ് ഒരുപാട് മുഖക്കുരു വരുന്നതാണെങ്കിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ, പാല് നിങ്ങൾക്ക് സെറ്റാവുന്നില്ല എന്നാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഫേസ് പാക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ പോർഷൻ മാത്രം ഒന്നും കൂടെ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തതായിട്ട് ഞാൻ ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാല് വെച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുഖം വെള്ളത്തിൽ കഴുകാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ഇത് അപ്ലൈ ചെയ്തും കൊടുക്കാം. പിന്നെ ഓയിലി സ്കിൻകാർക്ക് പാല് വെച്ചിട്ടുള്ള ക്ലെൻസിങ് പറ്റത്തില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് പാല് നിങ്ങൾ ഫുൾ പാല് മാത്രമായിട്ട് എടുക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തെടുക്കുക, നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് അതിന് ശേഷം കഴുകുക. ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്ത് അതിന് ശേഷം കഴുകി കൊടുക്കുക. അങ്ങനെയും നമുക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും. കോഫി നമ്മുടെ സ്കിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കടലമാവ് നമ്മൾ യൂസ് ആക്കുന്നത് സ്കിന്നിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യും, ടൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ മാറി ഒരു ബ്രൈറ്റ്നെസ് തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് മുഴുവനുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാല് നമ്മുടെ സ്കിന്നിനെ മൈക്രോ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ല ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും, നറിഷ് ചെയ്യും. സോ ഓവറോൾ ഈ ഒരു പാക്ക് വന്നിട്ട് അടിപൊളിയാണ്. ഈ പാക്ക് മാത്രമായിട്ട് വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം. വീക്ക്ലി വൺസ് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീക്കെൻഡൊക്കെ ആവുന്ന സമയത്ത് ചെയ്ത് കൊടുത്താൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല അടിപൊളി സ്കിൻ കിട്ടും. പിന്നെ ഉറപ്പായും സൺസ്ക്രീൻ യൂസ് ആക്കുക പകൽ പോകുമ്പോൾ. അത്രയേ ഉള്ളൂ. ഈ ഒരു ഫേഷ്യൽ റുട്ടീൻ്റെ എൻഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മോയ്സ്ചറൈസർ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ടോണർ യൂസ് ആക്കാം. സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഫേഷ്യൽ പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.